തങ്കയങ്കി ദീപാരാധനയ്ക്കായി ശബരിമല നട തുറന്നു. ദേവസ്വം പ്രതിനിധി സംഘം ശരംകുത്തിയിൽ തങ്കയങ്കി ഏറ്റുവാങ്ങി. തങ്കയങ്കിയുമായുള്ള ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്ര തുടങ്ങി. കൊടിമരച്ചുവട്ടിൽ അല്പസമയത്തിനകം തങ്കയങ്കി എത്തും. സന്നിധാനത്ത് ഭക്തജന പ്രവാഹമാണ്. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യുവും സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശുമുണ്ട്. ആദ്യം മനീഷ് ഐഷ മാത്യുവിലേക്ക് പോവുകയാണ്. മനീഷ്, ഘോഷയാത്ര ഏതുവരെ എത്തി? ഇപ്പോൾ നിലവിൽ ശരംകുത്തിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളടങ്ങുന്ന പ്രതിനിധി സംഘം പത്തനംതിട്ട ADM അടക്കമുള്ള പ്രതിനിധി സംഘമാണ് ശരംകുത്തിയിലെത്തി ഈ തങ്കയങ്കി സ്വീകരിച്ചത്. ഡിസംബർ 22-ാം തീയതി ആണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഈ തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. ആ ഘോഷയാത്രയാണ് നിലവിലിപ്പോൾ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഘോഷയാത്ര നടപ്പന്തലിൽ, അതായത് സന്നിധാനത്തിൻ്റെ നടപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. അവിടെ അവിടെ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ വരിക സന്നിധാനത്തേക്ക് അടുക്കും. 18-ാം പടി വഴി ഇവിടെ എത്തിയതിന് ശേഷമായിരിക്കും ദീപാരാധന നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളായിരുന്നു സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് 11 മണി മുതൽ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. അവരെ കടത്തിവിടാൻ ആരംഭിച്ചത് 5 മണിക്ക് ശേഷമാണ്. അതായത് ഈ തങ്കയങ്കി ശരംകുത്തിയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് വീണ്ടും ഈ പമ്പയിൽ നിന്ന് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തങ്കയങ്കി ചാർത്തിയിട്ടുള്ള അയ്യപ്പൻ്റെ ദർശനത്തിന് വേണ്ടി നിരവധി ഭക്തരാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ പമ്പയിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ യാത്ര പുറപ്പെട്ട് ഈ ഒരു ദീപാരാധനയ്ക്ക് വേണ്ടി പലയിടങ്ങളിലായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ നിന്ന് നടപ്പന്തൽ മുതൽ തന്നെ വലിയ തരത്തിലേക്കുള്ളൊരു ക്യൂ ഉണ്ട്. അത്തരം തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 50,000 പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ വഴി പ്രവേശനമുള്ളത്. 1 മണിയോടുകൂടി തന്നെ ഏകദേശം 36,000-ഓളം വരുന്ന ഭക്തർ ദർശനം നടത്തി മടങ്ങുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെല്ലാം തന്നെ ഈ നടപ്പന്തലും മറ്റുമായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്കെല്ലാം ദർശനം ഉണ്ടാവുക 6:40 ശേഷമായിരിക്കും. അതായത് തങ്കയങ്കി ഇവിടെ എത്തിയതിനു ശേഷം തങ്കയങ്കി ചാർത്തിയിട്ടുള്ള അയ്യനെ ചാർത്തിയതിനു ശേഷമുള്ള ദീപാരാധന ഉണ്ടാവും. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഇവിടെ ഈ ഭക്തർക്ക് പ്രവേശനം നൽകുക. സേതുലക്ഷ്മി. ശരി, ഗോകുൽ രമേശ് കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. ഗോകുൽ, ഇനി കാത്തിരിപ്പ് ആ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യനെ കാണാനാണ്, ആ ദീപാരാധന, ആ ദർശനം ഏറ്റുവാങ്ങാനാണ് കാത്തിരിപ്പ്. ഭക്തജന പ്രവാഹമാണെന്ന് മനസ്സിലാകുന്നു, അങ്ങനെ തന്നെയല്ലേ? സേതുലക്ഷ്മി, തീർച്ചയായിട്ടും 5 മണിയോട് കൂടിയിട്ടാണ് ഇന്ന് ശബരിമല നട തുറന്നത്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇന്ന് സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ളത്. സാധാരണഗതിയിൽ 3 മണിക്ക് നട തുറക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ പ്രത്യേക ചടങ്ങുകൾ പ്രമാണിച്ച് 5 മണിക്കാണ് നട തുറന്നത്. നട തുറന്നതിന് ശേഷം തന്ത്രിയുടെ പ്രത്യേക അനുജ്ഞ വാങ്ങി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തങ്കയങ്കി സ്വീകരിക്കുന്നതിന് വേണ്ടി ശരംകുത്തിയിലേക്ക് പോകുന്നതടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് അകത്ത് സന്നിധാനത്ത് പൂജിച്ച പുഷ്പമാല ഈ പ്രതിനിധി സംഘത്തിന് തന്ത്രി തന്നെ ചാർത്തി കൊടുക്കുന്നതാണ് ചടങ്ങ്. അതായത് അത് ഒരു തരത്തിലുള്ള ഒരു അനുവാദമാണ്. അതായത് ഇരുമുടിക്കെട്ടില്ലാതെ സാധാരണഗതിയിൽ 18-ാം പടി ചവിട്ടാൻ ആർക്കും അനുവാദമില്ല. അത്തരത്തിൽ ചവിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അധികാരം, അനുവാദം, അനുജ്ഞ തന്ത്രി പുഷ്പമാലയായിട്ട് ചാർത്തിയാണ് ആ സംഘത്തെ വിട്ടത്. ആ സംഘം ശരംകുത്തിയിലെത്തി തങ്കയങ്കി സ്വീകരിച്ച് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സന്നിധാനത്ത് തങ്കയങ്കി എത്തിച്ചേരും. തുടർന്ന് 18-ാം പടി വഴി തങ്കയങ്കി മുകളിലേക്ക് എത്തിച്ച് കൊടിമരച്ചുവട്ടിൽ തങ്കയങ്കിക്ക് വലിയ സ്വീകരണം ദേവസ്വം ബോർഡ് ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ കൊടിമരച്ചുവട്ടിൽ തങ്കയങ്കിയെ സ്വീകരിക്കുന്നുണ്ടാവുക. അതിനുശേഷം സോപാന പടി വഴി നേരെ തിരുനടയ്ക്ക് മുൻപിലേക്കാണ് തങ്കയങ്കി എത്തിക്കുക. അതിനുശേഷം തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ള ആളുകൾ തങ്കയങ്കി ഏറ്റുവാങ്ങി ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ തന്നെ ക്ഷേത്രനട ദീപാരാധനയ്ക്കായിട്ട് അടയ്ക്കും. അതിനുശേഷം അയ്യപ്പന് ആ തങ്കയങ്കി ചാർത്തുന്ന ചടങ്ങ് ഉള്ളിൽ നടക്കും. അതിനുശേഷം നട തുറക്കുന്നത്, ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുന്നത് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പനെ ഭക്തർക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും നട തുറക്കുന്നുണ്ടാവുക. 6:40 കൂടിയിട്ടാണ് തങ്കയങ്കി ചാർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദീപാരാധന സന്നിധാനത്ത് ആരംഭിക്കുന്നുണ്ടാവുക. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്ര
സന്നിധാനത്തേക്ക് കൊടിമര ചുവട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഭക്തരെല്ലാവരും ഏറെ ഭക്തി നിർഭരമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം നോക്കിക്കാണുന്ന ഒരു ചടങ്ങാണ് തങ്കയങ്കി ചാർത്തിയിട്ടുള്ള ദീപാരാധന. പക്ഷേ ഇപ്പോൾ മറ്റു ഭക്തർക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല, സന്നിധാനത്തേക്ക് പ്രവേശനമില്ല. ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും ഈ തീർത്ഥാടകർക്ക് പ്രവേശനമുണ്ടാവുക. ഇന്ന് മുഴുവൻ അയ്യപ്പനെ തങ്കയങ്കി ചാർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പൂജകളെല്ലാം നടക്കുന്നുണ്ടാവുക. ഇന്ന് ഹരിവരാസനം വരെയും അത് നടക്കും. ഒപ്പം നാളെ രാവിലെ നിർമ്മാല്യ ദർശനത്തിനും അയ്യപ്പനെ തങ്കയങ്കി തന്നെ ചാർത്തിക്കൊണ്ടായിരിക്കും അയ്യപ്പനെ കാണാനായിട്ട് സാധിക്കുക. അതിനുശേഷം നിർമ്മാല്യത്തിന് ശേഷം അഭിഷേക ചടങ്ങുകളുണ്ട്. നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾക്ക് വേണ്ടി തങ്കയങ്കി അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ നിന്നും ഊരിവെക്കും. അതിനുശേഷം വീണ്ടും നെയ്യഭിഷേകത്തിന് ശേഷം വീണ്ടും തങ്കയങ്കി ചാർത്തിക്കൊണ്ട് നാളെ മണ്ഡലപൂജ ചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ട്. നിലവിൽ പ്രതിനിധി സംഘം അല്ലെങ്കിൽ തങ്കയങ്കി സന്നിധാനത്ത് എത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കൊടിമര ചുവട്ടിൽ നിന്നും സോപാനപ്പടി വഴി ഉള്ളിലേക്ക് തിരുനടയ്ക്ക് സമീപത്തേക്ക് തങ്കയങ്കി എത്തിച്ചേരും. നമ്മളിപ്പോൾ തന്ത്രി നൽകിയിട്ടുള്ള പുഷ്പമാല അണിഞ്ഞ പ്രതിനിധി സംഘത്തേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അങ്ങനെയാണെങ്കിൽ തങ്കയങ്കി ചേർത്തിട്ടുള്ള ദീപാരാധന നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ചിത്ര തിരുനാൾ മഹാരാജാവ് 1973 അയ്യപ്പന് സമർപ്പിച്ചതാണ് 420 പവൻ തൂക്കമുള്ള തങ്കയങ്കി. അതായത് അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് ചാർത്തുന്ന ഒരു മുഖപ്പാണ്, തങ്കം കൊണ്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മുഖപ്പാണ് ഈ തങ്കയങ്കി എന്ന് പറയുന്നത്. അത് ചാർത്തി അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ സന്നിധാനത്തേക്ക് എത്തിച്ചേരാറുള്ളതാണ്. ഒപ്പം മണ്ഡലപൂജ ചടങ്ങുകൾ അയ്യപ്പന് തങ്കയങ്കി ചാർത്തിക്കൊണ്ടാണ് എല്ലാ വർഷവും നടക്കുന്നുള്ളത്. നാളെയാണ് മണ്ഡലപൂജ ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കുന്നുണ്ടാവുക. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കും 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. അതായത് പ്രത്യേകമായിട്ട് അയ്യപ്പന് 108 കലശങ്ങളിൽ അഭിഷേകം ചെയ്യും. അതായത് പനിനീരും ഭസ്മവും അടക്കമുള്ള അത്തരത്തിലുള്ള പല വിഭവങ്ങൾ 108 കുംഭങ്ങളിലാക്കിക്കൊണ്ട് അത് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് കലശാഭിഷേകം എന്ന് പറയുന്നത്. ആ ചടങ്ങാണ് മണ്ഡലപൂജയ്ക്ക് ഏറ്റവും പ്രധാനം. അതായത് ഈ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപ്തി അല്ലെങ്കിൽ അതിൻ്റെ അവസാന ദിവസമാണ് 41ാമത്തെ ദിവസത്തിലാണ് ആ ഒരു ചടങ്ങ് സന്നിധാനത്ത് നടക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഈ കലശാഭിഷേകം 108 കലശാഭിഷേകം ചെയ്ത് അയ്യപ്പനെ അതിനുശേഷം പൂർണ്ണമായിട്ടും യോഗം നിദ്രയിലേക്ക് മാറ്റുന്ന ചടങ്ങാണ് നാളെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നടക്കുന്നുണ്ടാവുക. അയ്യപ്പന് ബാക്കി ആഭരണങ്ങളും അല്ലെങ്കിൽ ബാക്കി എല്ലാ ആടകളും ഒഴിച്ചു വെച്ച് പൂർണ്ണമായിട്ടും അയ്യപ്പനെ ഒരു യോഗ സമാധിയിലേക്ക് ഇരുത്തുന്ന ചടങ്ങാണ് മണ്ഡലപൂജ ചടങ്ങായിട്ട് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ഈ കലശാഭിഷേകം തീർന്നാൽ ഉടനെ തന്നെ അയ്യപ്പനെ പൂർണ്ണമായിട്ടും ഭസ്മാഭിഷിക്തനാക്കും. അതായത് അയ്യപ്പ വിഗ്രഹം പൂർണ്ണമായിട്ടും ഭസ്മത്തിൽ മൂടും. അയ്യപ്പന് യോഗദണ്ഡും യോഗപട്ടയും ധരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ധ്യാന നിദ്രയിലേക്ക് അല്ലെങ്കിൽ യോഗ നിദ്രയിലേക്ക് മാറ്റുന്ന ഒരു ചടങ്ങാണ് അതെന്ന് പറയുന്നത്. അതിനുശേഷം ആ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ശബരിമല നട അടയ്ക്കുകയാണ്. മണ്ഡലപൂജ അല്ലെങ്കിൽ മണ്ഡലകാലത്തിന് അതോടുകൂടി പരിസമാപ്തിയാവും. നീണ്ട 41 ദിവസത്തെ ആ ഒരു തീർത്ഥാടന ദിവസങ്ങൾക്ക് കൂടി അതോടുകൂടി പരിസമാപ്തിയാകും. അതിനുശേഷം ഡിസംബർ 30-ാം തീയതി വൈകുന്നേരമായിരിക്കും വീണ്ടും നട തുറക്കുന്നുണ്ടാവുക. അത് മകരവിളക്ക് ഉത്സവത്തിനായിട്ടാണ് നട തുറക്കുന്നുണ്ടാവുക. ഡിസംബർ 30-ന് ഇതേപോലെ തന്നെ ചടങ്ങുകളുണ്ട്. അയ്യപ്പനെ വീണ്ടും ഈ ഭസ്മാഭിഷിക്തനായിരിക്കുന്ന അയ്യപ്പനെ വീണ്ടും ഭസ്മത്തിൽ നിന്നും മാറ്റി വീണ്ടും ഭക്തർക്ക് ദർശനത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചടങ്ങുകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ടാവുക. പിന്നീട് ഒരു 20 ദിവസത്തോളം മണ്ഡലകാല അല്ലെങ്കിൽ മകരവിളക്കിനുള്ള തയ്യാറെടുപ്പുകളാണ്. മകരവിളക്ക് കാലഘട്ടമാണ്. ജനുവരി 14-ാം തീയതിയാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മകരവിളക്ക് ദർശിക്കാനായിട്ട് തീർത്ഥാടകർക്ക് സാധിക്കുന്നുണ്ടാവുക. അതിനുശേഷം ഒരാഴ്ച കൂടിയായിരിക്കും ശബരിമല നട തുറന്നിരിക്കുക. പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ ആ ദിവസങ്ങളിലൊക്കെ നടക്കും. പ്രത്യേകിച്ച് എഴുന്നള്ളിപ്പടക്കം സന്നിധാനത്ത് നിന്ന് എഴുന്നള്ളിപ്പടക്കമുള്ള ചടങ്ങുകൾ അന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. എന്തായാലും ഇനി വരുന്ന ദിവസം ഇത്തരത്തിലുള്ള പ്രത്യേക ചടങ്ങുകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഈ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഈ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തിച്ചേരാറുണ്ട്. ഒപ്പം ഭക്തർ കൂടുന്നതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങളും കൃത്യമായിട്ട് ദേവസ്വത്തിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും ഒക്കെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാളത്തെ ദിവസത്തിൽ മണ്ഡലപൂജ ദിവസത്തിൽ ഒരു അധിക തിരക്കിലേക്ക് സന്നിധാനം എത്തിപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. 50,000 ആളുകൾക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ വഴി ഇന്നും നാളെയും ദർശനത്തിനായിട്ട് അവസരമുള്ളത്. ഒപ്പം സ്പോട്ട് ബുക്കിങ്ങും നിയന്ത്രിച്ചിട്ടുണ്ട്. 5000 തീർത്ഥാടകർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താനായിട്ട് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത്. അത് ഒരു വലിയ തിരക്കിലേക്ക് സന്നിധാനം അമരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം 1,00,000-ന് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേക പൂജകൾ നടക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ വീണ്ടും സംഖ്യ ഉയരുകയാണെങ്കിൽ അത് കൂടുതൽ ക്രമസമാധാന പ്രശ്നം, സുരക്ഷാ പ്രശ്നങ്ങളടക്കം ഉണ്ടാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഖ്യയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും
കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ നിലവിലിപ്പോൾ തങ്കയങ്കി പേടകം സന്നിധാനത്ത് തിരുനടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചൊരു പേടകം, തടിയിൽ നിർമ്മിച്ച പേടകത്തിനുള്ളിലാണ് ഈ ഒരു തങ്കയങ്കി, അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി ഇരിക്കുന്നത്. 451 പവൻ തൂക്കം വരുന്നതാണ് ഈ തങ്കയങ്കി എന്ന് പറയുന്നത്. നിലവിൽ അയ്യപ്പൻ്റെ നടയ്ക്ക് മുന്നിലേക്ക് ആ പേടകം കൊണ്ടുവരികയാണ്. തലച്ചുമടായിട്ടാണ് പേടകം കൊണ്ടുവരുന്നത്. പമ്പ മുതൽ ഇങ്ങ് സന്നിധാനം വരെ ഈ പേടകം തലച്ചുമടായിട്ടാണ് കൊണ്ടുവരുന്നുണ്ടാവുക. അതിപ്പോൾ തന്ത്രി അടക്കമുള്ള ക്ഷേത്രത്തിലെ പൂജാരികൾ അത് ഏറ്റുവാങ്ങി തിരുനടയ്ക്കുള്ളിലേക്ക് അല്ലെങ്കിൽ നടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഉടനെ തന്നെ നട അടയ്ക്കുകയാണ്. പിന്നീട് ദീപാരാധനയുടെ സമയമാണ്. അയ്യപ്പനെ ഈ തങ്കയങ്കി ചാർത്തി ദീപങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കുക അല്ലെങ്കിൽ ദീപങ്ങൾ തെളിയിക്കുന്ന ചടങ്ങായിരിക്കും ഈ ശ്രീകോവിലിനുള്ളിൽ ഇനി നടക്കുക. അതിനുശേഷം നട തുറക്കുമ്പോൾ ഭക്തർക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പനെ ആയിരിക്കും. പ്രഭയിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹമായിരിക്കും ഇനി നമുക്ക് തീർത്ഥാടകർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. ആ ഒരു തങ്കയങ്കി ചാർത്തിയ അയ്യപ്പനെ കണ്ടു തൊഴുന്നത് പ്രത്യേക അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഭാഗ്യമായിട്ടൊക്കെയാണ് തീർത്ഥാടകർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചടങ്ങിന് ഇത്രയും പ്രാധാന്യമുള്ളത്. നട അടച്ചിരിക്കുകയാണ്. നിലവിൽ ഇനി അകത്ത് താന്ത്രിക കർമ്മങ്ങളാണ്. തങ്കയങ്കി ചാർത്തുകയും അതോടൊപ്പം തന്നെ ദീപാരാധനയുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളൊക്കെയാണ് ശ്രീകോവിലിനുള്ളിൽ ഇനി നടക്കുക. ഏകദേശം 10-15 മിനിറ്റോട് കൂടി തന്നെ ക്ഷേത്ര നട തുറക്കും. ദീപാരാധന പൂർത്തിയായി നട തുറക്കും. അതിനുശേഷമായിരിക്കും തീർത്ഥാടകർക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ടാവുക. നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ സന്നിധാനത്തെ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയാണ് ദീപാരാധന കണ്ടു തൊഴുന്നതിന് വേണ്ടി ഈ ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോഴുള്ളത്. ബാക്കി തീർത്ഥാടകരെയൊക്കെ 18 പടിക്ക് താഴെയായിട്ട് തടഞ്ഞിരിക്കുകയാണ്. ഈ ദീപാരാധനയ്ക്ക് ശേഷം ഇന്ന് അവർക്ക് ഹരിവരാസനം വരെയുള്ള സമയങ്ങളിൽ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പനെ ദർശിക്കാനായിട്ട് അവസരമുണ്ട്. നാളെയും പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ തങ്കയങ്കി ചാർത്തിക്കൊണ്ട് തന്നെയായിരിക്കും അയ്യപ്പൻ ഉണ്ടാവുക. തങ്കയങ്കി ദർശനം നാളെയും തീർത്ഥാടകർക്ക് നടത്താനായിട്ട് സാധിക്കും. നാളെ നെയ്യഭിഷേകത്തിൻ്റെ സമയത്ത് മാത്രമായിരിക്കും തങ്കയങ്കി ഊരി വയ്ക്കുന്നുണ്ടാവുക. അതിനുശേഷം 12 മണിയോടുകൂടി മണ്ഡലപൂജ ചടങ്ങുകൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മണ്ഡലപൂജ ചടങ്ങ്. ഈ സമയത്ത് തീർത്ഥാടകർക്ക് ഇത് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ഉണ്ട്. 1 മണിയോടുകൂടി, ഏകദേശം 12-നും 12-ക്കുമാണ് മുഹൂർത്തം. 1 മണിയോടുകൂടി മുഴുവൻ ചടങ്ങുകളും പൂർത്തിയാക്കി നാളെ നടയടയ്ക്കും. അതിനുശേഷം വൈകുന്നേരം നാളെ വീണ്ടും നട തുറക്കുന്നുണ്ട്. നാളെ രാത്രി ഹരിവരാസനത്തോടു കൂടിയിട്ടാണ് ശബരിമല ക്ഷേത്ര നട ഈ മണ്ഡലകാലം പൂർത്തിയാക്കി അടയ്ക്കുന്നുണ്ടാവുക. അതിനുശേഷം മകരവിളക്ക് ഉത്സവത്തിനായിട്ടാണ് വീണ്ടും തുറക്കുന്നുണ്ടാവുക. നമുക്കറിയാം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് സമർപ്പിച്ചതാണ് ഈ തങ്കയങ്കി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ തങ്കയങ്കി സൂക്ഷിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. അതിന് ഈ മണ്ഡലപൂജ 41ാമത്തെ ദിവസത്തിൻ്റെ 4 ദിവസം മുൻപാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി പ്രത്യേക രഥത്തിൽ ക്രമീകരിച്ചുകൊണ്ട് അതിലേക്ക് വെച്ചുകൊണ്ട് രഥഘോഷയാത്രയായിട്ടാണ് സന്നിധാനത്തേക്ക് പുറപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ താണ്ടിക്കൊണ്ട് വിവിധ ക്ഷേത്രങ്ങളിലും വിവിധ ഇടങ്ങളിലും വലിയ സ്വീകരണങ്ങളും ഒപ്പം ഭക്തരുടെ പ്രാർത്ഥനാ ചടങ്ങുകളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ തങ്കയങ്കി സന്നിധാനത്തേക്ക് വരുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ആ തങ്കയങ്കി അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ പരിസമാപ്തി എന്നോണം തങ്കയങ്കി സന്നിധാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കുമ്പഴ, കോന്നി, വെട്ടൂർ വഴി മലയാലപ്പുഴ ക്ഷേത്രത്തിലെത്തി ആദ്യത്തെ ദിവസം വിശ്രമിക്കും. അതിനുശേഷം 2ാമത്തെ ദിവസം മണ്ണാറക്കുളഞ്ഞി, റാന്നി, രാമപുരം, വടശ്ശേരിക്കര, മാടമൺ വഴി പെരുന്നാട് ക്ഷേത്രത്തിലെത്തി വിശ്രമിക്കും. അവസാന ദിവസം ആണ് ഇന്ന് ലാഹയും സത്രവും പ്ലാപ്പള്ളിയും നിലയ്ക്കൽ വഴി ഉച്ചയോടുകൂടിയിട്ടാണ് പമ്പയിലെത്തിയത്. പമ്പയിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ള ആളുകൾ തങ്കയങ്കിയെ സ്വീകരിച്ചു. അതിനുശേഷം 2 മണിക്കൂറോളം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തങ്കയങ്കിക്ക് വിശ്രമമുണ്ടായിരുന്നു. അവിടെ വെച്ച് തങ്കയങ്കിയെ പ്രാർത്ഥിക്കാൻ തീർത്ഥാടകർക്ക് അവസരമുണ്ടായിരുന്നു. തുടർന്ന് അതിനുശേഷം 3 മണിയോടുകൂടിയിട്ടാണ് പമ്പയിൽ നിന്നും തങ്കയങ്കി തലച്ചുമടായിട്ട് സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെട്ടത്. തുടർന്ന് ശരംകുത്തിയിൽ ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ അത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഉപചാരപൂർവ്വം അത് ഏറ്റുവാങ്ങി അവിടുന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിച്ചു. 18ാം പടിക്ക് മുകളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ തങ്കയങ്കി ആചാരപൂർവ്വം സ്വീകരിച്ചു. അതിനുശേഷം സോപാനപ്പടി വഴി തിരുനടയിലേക്ക് എത്തി. ഗോകുൽ രമേശ് തുടരുന്നുണ്ട്. നമുക്കിപ്പം ഗോകുൽ, ഈ തങ്കയങ്കി ശ്രീകോവിലിനുള്ളിൽ കൊണ്ടുപോയി ഇനി കാത്തിരിപ്പ് അയ്യന് ആ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായാണ്. ഭക്തജന പ്രവാഹമാണ്. ഇപ്പോൾ നിലവിലവിടെ ഈ മന്ത്രി വി എൻ വാസവനല്ലാതെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മറ്റാരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? ഭക്തജന തിരക്ക് എത്രത്തോളമാണ്? അവിടുത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്?
സേതു മന്ത്രി VN വാസവനാണ് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് നിലവിൽ ഇപ്പോൾ സന്നിധാനത്തുള്ളത്, ദേവസ്വം മന്ത്രി. അതോടൊപ്പം തന്നെ ദേവസ്വത്തിൻ്റെ മറ്റ് അധികാരികളൊക്കെ ഇവിടെയുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള അധികൃതരും ഇവിടെയുണ്ട്. ഒപ്പം ബാക്കി വകുപ്പുകളിലെ നിലവിൽ പോലീസ് സേനയുടെ കോർഡിനേറ്ററായിട്ടുള്ള ADGP ശ്രീജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ക്രമീകരണങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഭാഗമായിട്ട് സന്നിധാനത്ത് ഉണ്ട്. ഒപ്പം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തജന പ്രവാഹം വലിയ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നാകെ ഏകദേശം ഒരു 55,000-ഓളം തീർത്ഥാടകർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ആ തീർത്ഥാടകർ പ്രത്യേകിച്ച് രാവിലെ തീർത്ഥാടനം അല്ലെങ്കിൽ ദർശനം നടത്തിയിട്ടുള്ള തീർത്ഥാടകരൊക്കെ തന്നെ മടങ്ങിപ്പോകാതെ സന്നിധാനത്ത് തുടരുന്നുണ്ട്. കാരണം ഈ തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പനെ കണ്ട് ഒരു വട്ടം കൂടി തൊഴുതതിന് ശേഷം ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ട് തീർത്ഥാടകർ പലരും സന്നിധാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിരിവെച്ച് രാവിലെ മുതൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് ഇപ്പോൾ രാവിലെ ഒരു 11 മണിക്ക് ശേഷം തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നില്ല. 11 മണി മുതൽ 3 മണി വരെ അവരെ അവിടെ തടഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന തീർത്ഥാടകരും ഒപ്പം ഇനി വരാനിരിക്കുന്ന തീർത്ഥാടകരുടെ ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ സന്നിധാനം മാറുമെന്ന് നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ സുഗമമായിട്ട് എല്ലാവർക്കും ദർശനം നടത്താൻ സാധിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരും പോലീസും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യമായിട്ടൊരു പ്രശ്നങ്ങളിലേക്കോ മറ്റ് തിരക്കുകളിലേക്കോ സുരക്ഷാ പ്രശ്നങ്ങളിലേക്കോ പോകില്ല. പക്ഷേ എങ്കിൽ പോലും നല്ല തിരക്ക് അത്യാവശ്യം അനുഭവപ്പെടും. സന്നിധാനത്തും പ്രദേശങ്ങളിലും അനുഭവപ്പെടുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റിടങ്ങളിലൊന്നും ഇപ്പോൾ തടയുന്നില്ല. പമ്പയിൽ നിന്ന് മലമുകളിലേക്ക് കയറി വരുന്ന വഴിയിലൊന്നും തീർത്ഥാടകരെ തടയുന്നില്ല. അവിടെയൊക്കെ തീർത്ഥാടനം സുഗമമായി തന്നെ മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ദീപാരാധന ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും സന്നിധാനത്തേക്ക് ദർശനത്തിനായിട്ട് തീർത്ഥാടകരെ കടത്തിവിട്ട് തുടങ്ങുന്നുണ്ടാവുക. ഒപ്പം നാളെയും ഇത്തരത്തിൽ തന്നെയായിരിക്കും, സമാന അവസ്ഥ തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് നാളെയും തുടരുന്നുണ്ട്. 55,000 തീർത്ഥാടകർ മാത്രമാണ് നാളെയും ദർശനം നടത്തുന്നുണ്ടാവുക. സേതു നിലവിൽ ദീപാരാധന പൂർത്തിയായി സന്നിധാനത്ത് ശബരിമല നട ഈ മാസം 22-നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചത്. അല്പസമയം മുൻപാണ് സന്നിധാനത്തേക്ക്
ഘോഷയാത്ര എത്തിച്ചേർന്നത്. ഇപ്പോൾ അയ്യന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് പൂർത്തിയായിരിക്കുന്നത്. ഗോകുൽ രമേശ് ഉണ്ട് സന്നിധാനത്ത് നിന്ന്. ഗോകുൽ, ദീപാരാധന പൂർത്തിയായെന്ന് മനസ്സിലാകുന്നു. ഇനി എങ്ങനെയാണ് മറ്റ് ചടങ്ങുകൾ അവിടെ എന്തൊക്കെയാണ്? സേതു, ഇന്നിനി പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെയില്ല. ദീപാരാധന പൂർത്തിയായി. ഇനി തീർത്ഥാടകർക്ക് പൂർണ്ണമായിട്ടും അയ്യപ്പനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയവും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പനെ ഭക്തർക്ക് ദർശിച്ച് തൊഴാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. മറ്റ് പ്രത്യേക ചടങ്ങുകൾ ഇന്നില്ല. ഉള്ളത് ഇനി അത്താഴപൂജ മാത്രമാണ്. അത് 9:30 മണിയോടുകൂടി അത്താഴപൂജ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം 10:50 ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ പ്രത്യേക ചടങ്ങുകളൊക്കെ പൂർത്തിയാവുന്നുണ്ടാവും. ഇന്ന് ഈ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ഈ തങ്കയങ്കിയുടെ വരവും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അടക്കമുള്ള ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് തന്നെ സമയക്രമത്തിൽ, ദർശനത്തിലുള്ള സമയക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 3 മണിക്കാണ് സാധാരണഗതിയിൽ വൈകിട്ട് നട തുറക്കുന്നത്. അത് 5 മണിക്കാണ് ഇന്ന് തുറന്നത്. അതിനുശേഷമുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി സംഘത്തിൻ്റെ പുറപ്പാടും അതിനുശേഷം തങ്കയങ്കിയുടെ വരവും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇനി പൂർണ്ണമായിട്ടും തീർത്ഥാടകർക്ക് അയ്യപ്പനെ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. തങ്കയങ്കി ചാർത്തിക്കൊണ്ട് അയ്യപ്പനെ തീർത്ഥാടകർക്ക് കണ്ടു തൊഴാം. ഒപ്പം നാളെ രാവിലെ 3 മണിക്കാണ് ഇനി നട തുറക്കുന്നുണ്ടാവുക. നാളെ രാവിലെ 3 മണിക്ക് നിർമ്മാല്യ ദർശനവും തങ്കയങ്കി ചാർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അഭിഷേക ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും 12 മണിയോടുകൂടി മണ്ഡലപൂജ ചടങ്ങുകൾ ആരംഭിക്കുന്നുണ്ടാവുക. 12:30 മണ്ഡലപൂജ ചടങ്ങുകൾ അവസാനിക്കും. അതിനുശേഷം 1 മണിയോടുകൂടി നടയടയ്ക്കുന്നതോടുകൂടി നാളത്തെയും പ്രത്യേക ചടങ്ങുകളൊക്കെ പൂർത്തിയാകും. 41 ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രാർത്ഥനയുടെയും ഒപ്പം വിശ്വാസത്തിൻ്റെയും ഒക്കെ നാളുകൾക്കാണ് പരിസമാപ്തിയാവുന്നത്. നാളെയോട് കൂടിയിട്ട് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ 41 ദിവസങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഇക്കുറിയും അത് വളരെ ഭംഗിപൂർവ്വം, അല്ലെങ്കിൽ വളരെ ഭംഗിയോടുകൂടി തന്നെ കുറ്റമറ്റതായിട്ട് നടപ്പാക്കാനായിട്ട് അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ ദിവസം മുതൽ തന്നെ മറ്റ് പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ തന്നെ തീർത്ഥാടനം സുഗമമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. തീർത്ഥാടകരും വലിയ സംതൃപ്തിയും ആ ദിവസങ്ങളിലൊക്കെ നമ്മളോട് പ്രകടിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നതാണ്. മറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ, മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള പരാതികളൊന്നും തന്നെ ഈ കുറി ഉണ്ടായില്ല എന്നുള്ളത് ഏറെ സവിശേഷപൂർവ്വമായിട്ടൊരു ഘടകമായിട്ട് ഈ വർഷത്തെ തീർത്ഥാടനത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അമിത തിരക്ക് മൂലം, തീർത്ഥാടകരുടെ അമിത തിരക്കുണ്ടായത് മൂലം വലിയ പ്രശ്നങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങ് ശബരിമലയിൽ നിന്ന്, പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്കുള്ള റോഡുകളിൽ പോലും തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞിടുന്ന അടക്കമുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പോലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ ബാഹുല്യം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കുറി ഉണ്ടായിരിക്കുകയാണ്. 4.5 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മുൻവർഷം ഈ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ അധികമായിട്ട് ഈ വർഷം ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയിട്ടുള്ളത്. അത്തരത്തിൽ ഏറെ സുഗമമായിട്ടുള്ളൊരു തീർത്ഥാടന കാലത്തിന് കൂടിയിട്ടാണ് പരിസമാപ്തി ആകാനായിട്ട് പോകുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ തീർത്ഥാടകരുടെ എണ്ണം കൂടിയതനുസരിച്ച് തന്നെ നടവരവിലടക്കം ഗണ്യമായിട്ടുള്ള വർധനവ് തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ട് ദേവസ്വം ബോർഡ് അധികൃതർ വ്യക്തമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 41 ദിവസങ്ങൾക്ക് നാളെയോടുകൂടി പരിസമാപ്തിയാവുകയാണ്. അതോടുകൂടി മണ്ഡല കാലയളവ് പൂർത്തിയായി ശബരിമല ക്ഷേത്ര നട അടയ്ക്കും. അതിനുശേഷം 3 ദിവസം ഗോകുലിലേക്ക് മടങ്ങി വരാം. മനീഷ് ഐഷ മാത്യു കൂടി ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. മനീഷ്, ഇപ്പോൾ ഗോകുൽ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ വളരെ സുഗമമായ ഒരു മണ്ഡലകാലമാണ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. കാരണം വലിയ പരാതികളോ പരിഭവങ്ങളോ ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല. നല്ലൊരു മണ്ഡലകാലമാണ് പര്യവസാനിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് രാവിലെ 11 മണി മുതൽ തന്നെ തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഇപ്പോൾ ഭക്തജനങ്ങളെ കയറ്റിവിട്ട് തുടങ്ങിയെന്ന് ഗോകുൽ പറഞ്ഞു. അപ്പോൾ തിരക്ക് എങ്ങനെയാണ്? നിയന്ത്രണാതീതമാണോ? തീർച്ചയായും സേതുലക്ഷ്മി, ആദ്യം മുതൽ തന്നെ ഈ തിരക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ തങ്കയങ്കിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മണ്ഡലകാല പൂജ അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഒരു തയ്യാറെടുപ്പാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇന്ന് കേവലം 5000 പേർക്ക് മാത്രമാണ് വിർച്വൽ ക്യൂ വഴിയുള്ള പ്രവേശനം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നാളെ, അതായത് മണ്ഡല പൂജ അവസാനിക്കുന്ന നാളെ 60,000 പേർക്ക് മാത്രമാണ് പ്രവേശനം നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഈ 2 ദിവസങ്ങളിലും സ്പോട്ട് ബുക്കിംഗ് 5000 മാത്രമാക്കി നിജപ്പെടുത്തുകയും ചെയ്തു. ഇതിലൊക്കെ ഹൈക്കോടതി അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങളുടെ പ്രകാരമാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള ഭക്തർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുത്തത്. പ്രത്യേകിച്ച് ഇന്ന് 1 മണിയോടുകൂടി തന്നെയാണ് പമ്പയിൽ തങ്കയങ്കി എത്തിയത്. അതിന് മുന്നോടിയായിട്ട് 11 മണി കൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത് തടഞ്ഞിരുന്നു. അത്തരത്തിൽ അവരെ അവിടെ നിർത്തിയതിനു ശേഷമാണ് ബാക്കി കാര്യങ്ങൾ, അതായത് 11 മണി വരെ ഉള്ളവർക്കുള്ള പ്രവേശനം നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഉച്ചപൂജ 1 മണിക്ക് അടച്ചതിന്
ചെയ്തതിന് ശേഷം 3 മണിക്ക് നട തുറന്നിരുന്നില്ല. ഈ തങ്കയങ്കി വരുന്നതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നതിന് വേണ്ടി 5 മണിക്കാണ് ഈ നട തുറന്നത്. ആ സമയം മാത്രം, അതായത് ആ സമയം തന്നെയാണ് ഈ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഈ മാസം 22 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തങ്കയങ്കി രഥ ഘോഷയാത്രയാണ് ഇപ്പോൾ സന്നിധാനത്തേക്കെത്തി അയ്യന്റെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന കഴിഞ്ഞു. ഒപ്പം ഭക്തരെ ഇന്ന് രാവിലെ 11 മണി മുതൽ തന്നെ അവിടെ ഭക്തർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. ഇപ്പോൾ ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് സന്നിധാനത്തേക്ക്. സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഐഷ മാത്യുവും ഒപ്പം ഗോകുൽ രമേശും.